ഈർപ്പം തട്ടുന്ന സ്ഥലങ്ങളിൽ ഏത് മെറ്റീരിയൽ ഉപയോഗിക്കണം? എല്ലാവർക്കുമുള്ള സംശയമാണ്. പ്ലൈവുഡ് ഉപയോഗിച്ചാൽ മതിയോ? പോരാ. കാരണം പ്ലൈവുഡ് ഈർപ്പത്തിനെ തടയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈർപ്പം തട്ടുന്ന സ്ഥലങ്ങളിൽ പ്ലൈവുഡിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് WPC, വുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ്. WPC മോയ്സ്ചർ റെസിസ്റ്റൻ്റ് ആണ്, ടെർമൈറ്റ് പ്രൂഫാണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. WPC പ്ലൈവുഡിനേക്കാൾ റേറ്റ് കൂടുതലാണ്. അപ്പം നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മിക്സിംഗ് ഓഫ് ദ മെറ്റീരിയൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതായത് ഒരു പ്ലൈവുഡിൻ്റെയും WPCയുടെയും ഒരു കോമ്പിനേഷനിൽ നമുക്ക് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മോഡുലാർ കിച്ചൻ്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, എന്നാൽ അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. അതെങ്ങനെയെന്നല്ലേ? ബോട്ടം ക്യാബിനറ്റ്സിലാണ് കൂടുതലും മോയ്സ്ചർ കണ്ടൻറ്റും കാര്യങ്ങളും വരാനുള്ളൊരു ചാൻസ്. സോ എന്ത് ചെയ്യണം? കിച്ചണിലുള്ള ബോട്ടം ക്യാബിനറ്റ്സും മാത്രം WPCയിൽ ചെയ്യാം. ടോപ്പ് ക്യാബിനറ്റ്സും അതിൻ്റെ മുകളിലേക്ക് വരുന്ന ലോഫ്റ്റ് അങ്ങനെയുള്ളതെല്ലാം നമുക്ക് പ്ലൈവുഡിൽ ചെയ്യാം. അപ്പോൾ ഒരു മിക്സിംഗ് ഓഫ് മെറ്റീരിയൽസിലൂടെ നമുക്കതിൻ്റെ റേറ്റും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇനി WPC സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഡെൻസിറ്റിയിൽ നമുക്ക് ഈ WPC അവൈലബിൾ ആണ്. 0.6ഉം 0.65, 0.7, 0.72, 0.75 അങ്ങനെ ഒരുപാട് WPCയുടെ ഡെൻസിറ്റീസ് അവൈലബിൾ ആണ്. ഈ ഡെൻസിറ്റീനെ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി പറയുന്നത്. അപ്പോൾ മിനിമം ഒരു 0.7 ഡെൻസിറ്റിയുള്ള WPC മെറ്റീരിയൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഇതുപോലൊരു കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെയാവുമ്പോൾ കിച്ചൻ്റെ ക്വാളിറ്റിയിൽ മോശം വരില്ല, നിങ്ങൾക്ക് റേറ്റ് ഒരു പരിധി വരെ കുറയ്ക്കാനും സാധിക്കും.